പക്ഷെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ ഇപ്പോൾ സയൻസിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ഒക്കെ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? നമ്മുടെ സ്കെയിലാർസും അതേപോലെ തന്നെ വെക്ടേഴ്സും ആണ്. ഇനി എന്താണ് സ്കെയിലാർ നോക്കാം. സ്കെയിലാർ യൂഷ്വലി എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ക്വാണ്ടിറ്റി ആണ്. അതിന് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ യൂഷ്വലി സ്കെയിലാർ എന്ന് പറയുന്നത്. എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ ലെങ്ത് നമ്മൾ യൂഷ്വലി എങ്ങനെ പറയാം? 80 മീറ്റർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ എന്ന് മാത്രമേ നമ്മൾ പറയൂ. ഒരു മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പറയും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒരു സ്കെയിലാറിന് എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 20 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് നമ്മൾ എപ്പോഴും ഒരു മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്തിട്ടാണ് പറയാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നമ്മൾ യൂഷ്വലി എന്താണ്? 120/80 റേഞ്ച് അല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ അതൊക്കെ സ്കെയിലാറിന് എക്സാമ്പിൾ ആണ്. ഇനി വെക്ടർ, യൂഷ്വലി ഒരു വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡിന് പുറമെ അതിന് എന്തും കൂടി ഉണ്ടാവും? ഒരു ഡയറക്ഷൻ കൂടി ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ആൻഡ് ഡയറക്ഷൻ കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നമുക്ക് എന്ത് പറയാം? അതൊരു വെക്ടർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെയിറ്റ്, നമ്മൾ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വെയിറ്റ് നമ്മൾ ഒരാൾ എടുത്ത് വെക്കുമ്പോൾ അതിന്റെ താഴത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷനിലാണ് വെയിറ്റ് അനുഭവപ്പെടുന്നത്. ഒരു ഡയറക്ഷൻ കൂടി അവിടെ വരുന്നുണ്ട്. വെയിറ്റ് താഴത്തോട്ടാണ് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ വെലോസിറ്റി ഇതേ ബോള് കിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഇദ്ദേഹം നീക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു ഡയറക്ഷൻ നമ്മൾ കൂടെ പറഞ്ഞു, മാഗ്നിറ്റ്യൂഡിന് പുറമെ. അപ്പൊ അത്തരം ക്വാണ്ടിറ്റീസ് ആണ് ഇത് വെക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി യൂഷ്വലി എങ്ങനെ നമ്മളൊരു വേർഡ് ഇതിന് യൂസ് ചെയ്യുന്നത്? ഒരു വെക്ടർ നമ്മൾ യൂഷ്വലി ഇനീഷ്യൽ പോയിന്റ് എ ആണെന്ന് വിചാരിക്കാം, അല്ലെ? സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്ന പോയിന്റ്, ടെർമിനൽ പോയിന്റ് ബി ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? അല്ലെ, ബി ആണെങ്കിൽ നമ്മൾ അത് ജോയിൻ ചെയ്ത് നമുക്കൊരു വെക്ടർ കിട്ടും. ഒരു ഡയറക്ഷനും വേണം. അപ്പൊ ഈ ഒരു ഡയറക്ഷനിലാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു ഏരോ ഇട്ടു, അല്ലെ? ഇതിനെങ്ങനെ നമ്മൾ നോട്ട് ചെയ്യും? എ ബി, അല്ലെ? എ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി ആണ് ടെർമിനൽ പോയിന്റ്. വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മുകളിലൊരു വെക്ടറിന്റെ സൈൻ കൂടി ഇടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വെക്ടറിനെ യൂഷ്വലി എഴുതാം. ഇനി എല്ലാ വെക്ടറിനും എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എങ്ങനെയാണ്? ഇതാണ് മാഗ്നിറ്റ്യൂഡ്, അല്ലെ? പിന്നെ വായിക്കുക എന്താണ്? നോം എ ബി എന്നാണ് വായിക്കുക. നോം ഓഫ് എ ബി, അല്ലെ? ഈ ഒരു രണ്ട് മോഡുലസ് പോലെ തന്നെ ഒരു വരി കൂടി വരുന്നതാണ് നോം ഓഫ് എ ബി ആണ് മാഗ്നിറ്റ്യൂഡ്, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, അല്ലെ? ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ടു സ്പേസിൽ ഒരു വെക്ടറിന്റെ നൊട്ടേഷൻ എന്താന്ന് നോക്കാം, അല്ലെ? ടു സ്പേസ് എന്ന് പറഞ്ഞാൽ R2, നമ്മൾ പഠിച്ച ഓർഡേഡ് പേരുകളൊക്കെ വരുന്ന R2 ഒരു വെക്ടറിന് ഞാനൊരു പേര് കൊടുത്തു, എ എന്നുള്ളൊരു പേര് കൊടുത്തു, അല്ലെ? അതിന്റെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എ ഒരു ടു സ്പേസിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ നൊട്ടേഷൻ രീതിയാണ് ഇത്. രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് കമ്പോണന്റ് A1, സെക്കൻഡ് കമ്പോണന്റ് A2, അല്ലെ? ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതായിരിക്കും നമുക്ക് കുറച്ചും കൂടി പരിചയം. എനെ എങ്ങനെ എഴുതാം? നമുക്ക് A1 I ക്യാപ്പ് പ്ലസ് A2 J ക്യാപ്പ്. R2ആയതുകൊണ്ട് രണ്ട് കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ നോം ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ. നോം ഏതിന്റെ നോമാ കണ്ടുപിടിക്കുന്നത്? വെക്ടർ എ ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെക്ടർ എ എന്ന് എഴുതി, അല്ലെ? ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു വെക്ടറിന്റെ നോം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് എടുക്കുക, അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ, ഫസ്റ്റ് ഐയുടെ കമ്പോണന്റ് ഏതാണോ അതിന്റെ സ്ക്വയർ, പ്ലസ് രണ്ടാമത്തെ ആരാണോ A2, അല്ലെ? അയാളുടെ സ്ക്വയർ. ഇനി ഇത് ഒരു 3 സ്പേസ് ആണ്. 3 സ്പേസ് പറഞ്ഞാൽ R3, അല്ലെ? 3 കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും? വലിയ മാറ്റമൊന്നുമില്ല. ഒരു കമ്പോണന്റ് കൂടി വരും. എ എന്നുള്ള വെക്ടർ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ A1 A2 ഒരാളും കൂടി വരും, A3 കൂടി വരും, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതായിരിക്കും കുറച്ചുകൂടി ഫെമിലിയർ, അല്ലെ? A1 I ഉണ്ടാവും,
പ്ലസ് A2J ഉണ്ടാവും. ഒരു കമ്പൗണ്ട് കൂടി വരും A3K അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഈ 2 കമ്പൗണ്ട്സിനെ കണ്ടുപിടിച്ച പോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ നോം ഓഫ് എ, റീഡ് ആസ് നോം ഓഫ് എ. അതെങ്ങനെയായിരിക്കും? ഫസ്റ്റ് കമ്പൗണ്ടിന്റെ സ്ക്വയർ അല്ലെ, A1 ഐയുടെ കോഎഫിഷ്യന്റ് ഏതാണോ അതാണ് A1, അതിന്റെ സ്ക്വയർ പ്ലസ് A2ന്റെ സ്ക്വയർ, അടുത്ത് A3ന്റെ സ്ക്വയർ. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒരു 2 സ്പേസിൽ ഒരു വെക്ടറിന്റെ ഫോം എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ നോം എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെ. അതുപോലെ തന്നെ ഒരു 3 സ്പേസ് ആകുമ്പോൾ ഒരു കമ്പോണന്റ് കൂടി വരും. അതുപോലെ തന്നെ അതിന്റെ നോം അല്ലെ, ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, വെക്ടർ അതിന്റെ ലെങ്ത് തന്നെയാണ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പൊസിഷൻ വെക്ടർ നോക്കാം. എന്താണ് പൊസിഷൻ വെക്ടർ അല്ലെ? പേരിൽ തന്നെ പോലെ തന്നെ ഒരു വെക്ടറിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പൊസിഷൻ വെക്ടർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ താഴെ തന്ന ഫിഗർ നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ ഈ ഒരു പോയിന്റ് ആണ് ആര്? പി. അതിന്റെ പൊസിഷൻ ആണ് ഏത്? x1 y1. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ തന്നെയാണ് അല്ലെ. വിത്ത് ഇനീഷ്യൽ പോയിന്റ് O ആണ്. ടെർമിനൽ പോയിന്റ് ആയിരിക്കും നമ്മൾ ഏതിന്റെ പൊസിഷൻ വെക്ടർ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റ് ആയിരിക്കും ടെർമിനൽ പോയിന്റ് അല്ലെ. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? വെക്ടർ OP എന്ന് ഡിനോട്ട് ചെയ്യും. വെക്ടർ OP എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പൊസിഷൻ വെക്ടർ ആണ് വിത്ത് O as origin and P as desired point. ഇപ്പൊ ഈ P ആണ് ഈ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന XY ആക്സിസിന്റെ ഒറിജിനിലോട്ട് കണക്ട് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വെക്ടർ ആണ് ഇത്, ഈ P എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്ലെയിനിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അത് അതിന്റെ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ ഏതാണോ ആ വെക്ടർ ആയിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി താഴെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കാണ്ട്. ഇപ്പോൾ വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും ഈക്വൽ അല്ലെ? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ താഴെ ഫിഗർ പറഞ്ഞിട്ടുണ്ട്. ഒരു വെക്ടർ ആണ് AB അല്ലെ. എ നിന്ന് ബിയിലോട്ട് എങ്ങോട്ടാണ് ഡയറക്ഷൻ? ടുവേർഡ്സ് ബി ആണ്. ഏരോ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പോ മുകളിലോട്ടാണ് അല്ലെങ്കിൽ ബി ഓൺവേർഡ്സ് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് എത്രയും 3 ആണ്, അല്ലെങ്കിൽ ലെങ്ത് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ AB-യോട് ഈക്വൽ ആയ അതേ ഒരു വെക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വെക്ടർ എങ്ങനെയായിരിക്കണം? നമ്മൾ വരയ്ക്കുന്ന വെക്ടർ CDയുടെയും ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 3 ആയിരിക്കണം. ആൻഡ് ഇങ്ങോട്ടാണോ AB-യുടെ ഡയറക്ഷൻ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം ഏത് CDയുടെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് വെക്ടേഴ്സ് ഇപ്പോഴാണ് ഈക്വൽ ആവുക. മാഗ്നിറ്റ്യൂഡും അല്ലെ ഡയറക്ഷനും എന്തായിരിക്കണം? ഡയറക്ഷനും ഈക്വൽ ആവണം. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണം, അതുപോലെ തന്നെ ഡയറക്ഷനും ഈക്വൽ ആവണം. അപ്പൊ നമ്മളൊരു വെക്ടർ AB ഇങ്ങനെ തന്നു, ഇതാണ് പർട്ടിക്കുലർ AB അല്ലെ. ഇവിടെ ആണെങ്കിലോ ഇത് CD ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. ഇനി രണ്ട് പാരലൽ വെക്ടേഴ്സ് എങ്ങനെ നോക്കാം? പാരലൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. AB എന്നുള്ള ഒരു വെക്ടർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. AB നിങ്ങൾക്ക് കാണാം, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് അല്ലെ. ഇനി ഇവയെല്ലാം പാരലാണ് അല്ലെ. ഇതെല്ലാം പാരലാണ്. ഈ കാണുന്ന എല്ലാ വെക്ടേഴ്സും പാരലാണ് അല്ലെ. ഇതെല്ലാം ഈക്വൽ വെക്ടേഴ്സ് ഈക്വൽ ആണോ? അല്ല. കണ്ടറിയാം ഇതൊന്നും ഈക്വൽ അല്ല. ഇവിടെ ആദ്യത്തെ രണ്ട് വെക്ടേഴ്സ് ഇയാളും ഈ വെക്ടറും തമ്മിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കാണുമ്പോൾ നമുക്കറിയാം ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ലെങ്ത് ആണ്. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ അല്ല അല്ലെ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇത് AB എന്നുള്ള വെക്ടർ ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? അതിനോടൊരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ ഒരു വെക്ടർ CD ആണെങ്കിൽ
ഇതാണ് വെക്ടർ സി ഡി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെക്ടർ സി ഡി ആണ് അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള അതേ ലെങ്ത് ഉള്ള ഒരു വെക്ടർ ആരായിരിക്കും? നെഗറ്റീവ് സി ഡി ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും. ഇവിടെ നമുക്ക് നോക്കി അറിയാം എ ബിയുടെ എന്നുള്ള വെക്ടർ ഇതുണ്ടോ, നെഗറ്റീവ് ആയി, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി. ഇനി ഇത് നോക്കി നോക്കാം, ഇത് ഒരേ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷെ നമ്മളൊരു 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ്? 1.5 ആണ് അല്ലെ. ഇപ്പൊ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ഒരു ഹാഫും കൂടി കൂടി. നമുക്ക് നോക്കി അറിയാം ഈ ഒരു വെക്ടറിന്റെ നീളം അല്ലെ, അതിന്റെ ഒരു പകുതി ഡിസ്റ്റൻസും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഇവിടെ ആണെങ്കിലോ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് 1/4. നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായി. പിന്നെ 1/4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്രയാണോ അതിന്റെ 1/4 കുറയും. അതാണ് ഏറ്റവും പകുതി. ഇതിന്റെ ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ ആ ഒരു വെക്ടർ വരാൻ കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു വെക്ടറിന് നമ്മൾ എ ബി എന്നുള്ള ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിന് പാരലൽ ആയ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ വെക്ടേഴ്സും അതിനോട് പാരലൽ ആയിരിക്കും അല്ലെ. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, ഇപ്പൊ 2ab എ ബിയോട് പാരലൽ ആയിരിക്കും, 3ab എ ബിയോട് പാരലൽ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത യൂണിറ്റ് വെക്ടേഴ്സ് നോക്കാം. എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്? ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? വെക്ടർ ഹാവിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് വെക്ടർ that has magnitude 1 is called a unit vector. അപ്പോൾ നമ്മള് യൂണിറ്റ് വെക്ടർ ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണ്. കാരണം ലെങ്ത് ഒരു യൂണിറ്റ് വരുന്ന എല്ലാ വെക്ടേഴ്സും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് ചോദ്യം അല്ലെ. ഇപ്പൊ ഒരു യൂണിറ്റ് നമുക്കൊരു നോൺ സീറോ വെക്ടർ എ തരും, എന്നിട്ട് അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മൾട്ടിപ്ലൈ ആ വെക്ടറിനെ അതിന്റെ പൊസിഷൻ വെക്ടർ, അതിന്റെ ഈ 1/നോമ എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എയുടെ അതേ ഡയറക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്നുള്ള വെക്ടറിനെ അതിന്റെ നോം എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. സെയിം മീനിങ് തന്നെയാണ് പറഞ്ഞത്. എ എന്നുള്ള വെക്ടറിനെ അതിന്റെ 1/നോം കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? a/നോം എ. അപ്പൊ ഇതാണ് ഒരു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വെക്ടർ തന്നിട്ടുണ്ട്, എ എന്നുള്ള ഒരു വെക്ടർ തന്നിട്ടുണ്ട് അല്ലെ, 2 - 1. അപ്പൊ നമുക്ക് ഇതേ ഫോമിൽ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 2i - 1j. ഇനി യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. സെയിം ഡയറക്ഷൻ ഓഫ് എ അല്ലെ. എയുടെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം, എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം സെയിം ഡയറക്ഷൻ നോക്കാം. നമുക്കറിയാവുന്നതാണ് യൂണിറ്റ് വെക്ടർ യു, അതേ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? എനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പോ നോം എ എന്താണ് കൂടെ കണ്ടുപിടിച്ച് വെക്കാം. നോം എ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമുക്ക് കമ്പോണൻസ് അറിയുമെങ്കിൽ ഐയുടെ കമ്പോണന്റ് ആരാ? 2 അല്ലെ. ഇപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പോണന്റ് ആരാ? -1 അല്ലെ. -1ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? 2 സ്ക്വയർ 4, 2 സ്ക്വയർ 1, ദാറ്റ് ഈസ് √5 വരും. അപ്പോ വെക്ടർ എന്ത് വരും? വെക്ടർ നമ്മൾ എഴുതിയിട്ടുണ്ട് 2i - 1j ആണ് ഡിവൈഡ് ബൈ എന്താണ്? √5. അപ്പൊ നമുക്ക് √5 കോമൺ അല്ലേ, ഓരോന്നിനും ഡിവൈഡ് ചെയ്യാം. 2√5 - 1 ബൈ √5j ബൈ ഉണ്ട്. ഇതാണ്
എയുടെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. ഇനി നമുക്ക് എയുടെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ യുവിനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി മാറിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടർ കിട്ടാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം? 2/√5 i മൈനസ് 1/√5 j മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായിരിക്കും? -2/√5 i പ്ലസ് 1/√5 j ആയിരിക്കും. ഇതാണ് യുവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ.